ഗുഡ് മോർണിംഗ്. ഞങ്ങൾ നിങ്ങളുടെ ഈ ഒരു വർക്ക് കണ്ടു നിൽക്കുകയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടുകൊണ്ട് നിൽക്കുക. ഈ ആശയത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചുകൊണ്ട് സ്ക്രീനിൽ പ്രേക്ഷകർ ഇത് കാണട്ടെ. കൊല്ലത്തിൻ്റെ ഈ ഇങ്ങോട്ട് ഇത് കാണാനുള്ള പാകത്തിന് ഇങ്ങോട്ട് സംസാരിച്ചു. കുട്ടികളുടെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവമാണ് ഈ ഇപ്പം നടക്കുന്നത്. ഇത് കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവമാണ് കുട്ടികൾ. അങ്ങനെ ഒരു കലോത്സവത്തെ ഇതിലൂടെയാണ് ഇന്നിപ്പോൾ ഇവിടെയാണ് പതാക ഉയർത്തൽ. ആ പതാക ഉയർത്തുന്നതിന് ചുറ്റും ഈ രീതിയിൽ അതിലൂടെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചാരാണ്. എനിക്കിപ്പോൾ മഹാകവി ഒ എൻ വി കുറുപ്പിനെ കാണുന്നുണ്ട്. നിങ്ങൾ ആരെയൊക്കെയാണ് ഇതിലേക്ക് ഈ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്? ഏത് ഫോർമാറ്റിലാണ്? കുടമാണല്ലേ? മൺകുടം. അതായത് 15 വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് ഇത് വരുന്നത്, കലോത്സവം വരുന്നത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ സംഘാടക കമ്മിറ്റിയിലെ ഈ സ്വീകരണ കമ്മിറ്റിക്കാർ ഞങ്ങളോട് ഇവിടെ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട്, അപ്പോൾ അതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി എന്തെങ്കിലും ഒരു നല്ല പ്രോജക്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇതിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആദരിക്കുന്നത് സാഹിത്യകാരന്മാരെയാണ്. സാഹിത്യകാരന്മാർക്കുപരി പിന്നെ ചിത്രകാരന്മാരും തിയേറ്റർ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ ഫിലിം ആക്ടേഴ്സ്, റീസെന്റ് മൺമറഞ്ഞു പോയ കുണ്ട്ര ജോണി ചേട്ടൻ ഉൾപ്പെടുന്ന കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട കുണ്ട്ര ജോണി അല്ലേ? അതെ. അടക്കമുള്ള മറ്റാരൊക്കെയാണ്? 24 മൺകുടത്തിൽ പിന്നെ 44 രേഖാചിത്രങ്ങളാണ് ഇതിനകത്ത് രചിച്ചിട്ടുള്ളത്. രേഖാചിത്രങ്ങളിൽപ്പെട്ട അത് അഴകത്ത് പത്മനാഭക്കുറുപ്പ് മുതൽ ശൂരനാട് കുഞ്ഞമ്പിള്ള, ഇളംകുളം കുഞ്ഞമ്പിള്ള, നമ്മുടെ ഒ എൻ വി കുറുപ്പ്, പിന്നീട് കെ പി അപ്പ സാറ്, കാക്കനാടൻ, രാജൻ കാക്കനാടൻ, ജയബാലപ്പണിക്കർ, സാംബശിവൻ, നമ്മുടെ ലളിതാംബിക അന്തർജനം, മുരളി, നടൻ മുരളി, അങ്ങനെ നമ്മുടെ ഈ കുറച്ച് മൺമറഞ്ഞു പോയിട്ടുള്ള കൊല്ലത്തിന്റെ സാംസ്കാരിക മുദ്രകളെ ആണ് ഇതിലൂടെ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഈ വരുന്ന പിന്നെ കലോത്സവത്തിന് വരുന്ന കുട്ടി പ്രതിഭകൾ അവർ ഈ മഹാൻ രഥന്മാരുടെ ആദരിച്ചുകൊണ്ടാണ് ഈ കലോത്സവം ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഇതെല്ലാം മൺകുടം ഉപയോഗിച്ചിരുന്ന മൺകുടത്തിൽ ഉപയോഗിച്ചിരുന്ന ഈ മഹാരഥന്മാരെല്ലാം ഈ മൺപാത്രങ്ങളിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുള്ളവരായിരിക്കും, പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ പുതിയ പുതിയ തലമുറകൾക്ക് ഇതൊരു വ്യത്യസ്ത അനുഭവമാണ്. മറ്റൊന്നൊരു 3 ഡൈമെൻഷനാണ്. കാര്യം ഇതൊരു ഇൻസ്റ്റലേഷനാണ്. ഇത് പൊതു ഇടങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന കല, പബ്ലിക് ആർട്ട്. അത് മനുഷ്യർക്ക് ആസ്വദിക്കാനുള്ള ഒരു ശേഷിയും കൂടെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് മാത്രം കാണുക എങ്ങനെ അത് ശരിയാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏത് കോണിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഇതിലെ ഓരോ ചിത്രത്തെയും നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഭരത് മുരളിയല്ലേ? അതെ, ഇവിടെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അത്ര ദൂരെ ഒരു കോണിൽ നിന്ന് നോക്കിയാലും മൺകുടത്തിൻ്റെ ഒരു കോണിലേക്ക് ഒരു ഭാഗത്തേക്ക് കണ്ണുപതിയുന്നുള്ളൂ. പക്ഷേ അതിലൂടെ ഇവർ അവതരിപ്പിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഇതിനകത്തുണ്ടെന്ന് വെച്ചാൽ ഇതിനകത്തൊരു അവിടെ സാംബശിവനെ കാണാം, അങ്ങ് ദൂരെ അവിടെ നടുക്ക് അല്ലേ? മാഷ് അവിടെ കാണുന്നുണ്ട്. മെറ്റീരിയലും മണ്ണും മരവും മെറ്റലും. ഇത് ടോട്ടലി ഒരു ശില്പം, ടോട്ടലി ഒരു വർക്ക് ഓഫ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇതിനകത്തൊരു ബാലപ്രതിഭ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികളുടെ സാംസ്കാരികോത്സവമുണ്ട്. ഈ സംസ്ഥാന കലോത്സവത്തിൽ 5 ഇനത്തിൽ 1ാം സ്ഥാനം കിട്ടിയ ഒരു 9ാം ക്ലാസ് ഗോപിക കണ്ണൻ എന്ന SN സ്കൂളിലെ ഗോപിക കണ്ണൻ ചെയ്തിരിക്കുന്നത് ഈ കൊച്ചു പാത്രങ്ങളാണ്. അങ്ങനെയുണ്ട് കുഞ്ഞന്മൺ, കുട്ടികളുടെ പ്രതീകങ്ങളാണ്. അതാണ് ഈ കുട്ടികളെ സ്വാഗതം ചെയ്യുകയാണ്. ആ കണ്ണുകളിൽ കുട്ടിത്തത്തിന്റെ ഒരു തിളക്കമൊക്കെയുള്ള ഒരു നിമിഷം അത് കാണുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അത് എല്ലാ സൈഡിലും ഉണ്ട്, 4 സൈഡിലും ഉണ്ട്. എല്ലാ സ്ഥലത്തും അത് കാണാനുണ്ട്. അതിനൊരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ, റിബൺ കെട്ട്. അത് കുട്ടികളുടെ ഇപ്പോഴത്തെ പിന്നെ ഫാഷനാണല്ലോ, ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ. ഗോപികയാണോ അപ്പോൾ ഇത് മുഴുവൻ ചെയ്ത് ഈ പറഞ്ഞ കുട്ടിപ്പടങ്ങളുടെ അല്ലേ? ഈ കോലമെല്ലാം വരച്ച ഗോപിക വന്നിട്ടുണ്ടോ? കോലമൊക്കെ വരച്ചേക്കുന്ന ഗോപികയാണ്. കോലം അതുപോലെ കുട്ടിപ്പടങ്ങളുടെ കുട്ടിച്ചിത്രങ്ങളുടെ ആശാട്ടിയാണ് അല്ലേ ഗോപിക? റൈറ്റ്. ഇത് ഏതൊക്കെ തരത്തിലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഏതാണ് ഇത്? മൺകുടമാണ്. അതിനകത്തെ ഈ ചിത്രങ്ങൾ ചാർക്കോളാണ്, കാർബൺ. അപ്പം മണ്ണും കരിയും.
ഈ പറഞ്ഞൊരു ഇൻസ്റ്റലേഷൻ 3 ഡയമെൻഷനിൽ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകതയുണ്ടോ, ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഉണ്ട്. വിഷ്വൽ വലിയ പ്രധാനമാണ്. നമുക്ക് ആസ്വദിക്കുന്ന തരത്തിൽ ഇതിനെ പ്രതിഷ്ഠിക്കുന്നത് ഏത് സൈഡിൽ. ഞാനത് ഒരു പക്ഷേ ഇതിപ്പോൾ നോക്കുമ്പോൾ ദീപക് കാണിക്കുന്നുണ്ടല്ലോ, ഇതിപ്പോൾ ഇതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കുടത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ പോലും ഇതിനകത്തേക്ക് ഈ കലാകാരന്മാർ വരച്ചിരിക്കുന്നത് ആരെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിന് നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല. അതാണ് താഴെ നിന്ന് മുകളിലേക്ക് വരെ ഉള്ള വിഷ്വൽ സെൻസ് ഉണ്ട്. നമുക്ക് താഴെ നിന്ന് നോക്കുന്ന ഈ താഴെ വെച്ചിരിക്കുന്ന മൺകുടം മുതൽ മുകളിൽ നിൽക്കുന്ന മൺകുടത്തിന് വരെ ഒരു വിഷ്വൽ സെൻസ് ഉണ്ട്. അത് ആസ്വദിക്കുന്ന രീതിയുമുണ്ട്. അതിന് ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. അതിപ്പോൾ അടുത്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. ഒരു പ്രത്യേക പേരുള്ള കാഴ്ചയുടെ കാഴ്ച എങ്ങനെ ഇരിക്കും എന്നുള്ള വളരെ ധാരണയോട് കൂടി തന്നെയാണ് ഇത് ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. വളരെ ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം പെരിഫറൽ ഇതിന്റെ സർഫസ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബ് രൂപമായതുകൊണ്ട് തന്നെ പലപ്പോഴും രചന സംഭവിക്കുന്നത്. ഇത് ലൈക്കൻസ് ഒരു മനുഷ്യനാണ്, പോർട്രേറ്റ് ആണ്. അപ്പൊ ലൈക്കൻസ് ഔട്ട് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ആ ഫീച്ചേഴ്സൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരാളെയും ഒരു ചിത്രം കാണുന്നത് പോലെ തന്നെ ശരിക്കും ഈ ചിത്രരചനയിലൂടെ അവരെ നന്നായി മനസ്സിലാകുന്നുണ്ട്. താങ്ക് യു. 4 കലാപ്രതിഭകളാണ് ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ ഒന്ന് ടി റോഷൻ, അദ്ദേഹം തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിൽ നിന്ന് ബിരുദവും പൂനെയിൽ നിന്ന് മാസ്റ്റർ ബിരുദവും സാംസ്കാരിക ഫെലോഷിപ്പോടെ പ്രവർത്തിക്കുന്ന ആളാണ്. മറ്റൊന്ന് സാജ് സ്വാമി മങ്ങാട്, ഇദ്ദേഹം തിരുവനന്തപുരം ആ ചിത്രകാരന്മാരുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് അല്ലേ? അതെ, മാസ്റ്റർ ബിരുദവും ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവ്. പിന്നെ ഒന്ന് ഗോപിക കണ്ണൻ. അത് ഞങ്ങൾ 4 പേരും കൂടെയാണ്. അപ്പോൾ ഈ 2 പേരാണ് ഈ വലിയ വർക്കിന് പിന്നിൽ പ്രവർത്തിച്ച 2 ചിത്രകാരന്മാർ നമ്മൾക്കൊപ്പമുണ്ട്. അതുപോലെ ഗോപികയെ ആകെ 4 അവരുടെ പ്രതിനിധിയായി നിങ്ങൾ 2 പേര്, പിന്നെ ഗോപികയും അങ്ങനെയാണ് പറഞ്ഞത്. ഇത് ഡിസൈൻ ചെയ്തതും ഇതിന്റെ കൺസെപ്റ്റ് എന്റെയാണ്, ഞാനാണ്. അപ്പോൾ ഏതായാലും നന്നായിട്ടുണ്ട്. ഇത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പ്രധാന വേദിയിൽ വന്ന് കൂടുതൽ ആളുകൾ കാണുന്നതിന് ഇടവരട്ടെ, അത് ആസ്വദിക്കട്ടെ, അത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ പറയട്ടെ. റൈറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് കൂടുതൽ മികവാർന്ന പുതിയ അനുഭവങ്ങൾ നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തിന് പരിചയപ്പെടുത്താൻ നിങ്ങളെ കൊണ്ടാവുകയും ചെയ്യട്ടെ. താങ്ക് യു.